ഹായ് കൂട്ടുകാരെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എൻ്റെയും ആദ്യത്തെ യൂട്യൂബ് വരുമാനം വന്നു കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്കുള്ള സ്നേഹം ഞാൻ ആദ്യമേ തന്നെ പങ്കുവയ്ക്കുന്നു. അതെടുക്കാൻ പോകുന്ന സന്തോഷാട്ടപ്പി കാണുന്നത്. ഓക്കെ, എനിക്കറിയാം എല്ലാവരും ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ആദ്യമേ ഒരു മോണിറ്റൈസേഷൻ ആകണം, പിന്നെ ഇങ്ങനെ ഒരു വരുമാനം വരണം, അത് നമ്മൾ പോയെടുക്കണം. ഇതൊക്കെ എല്ലാവരുടെയും സ്വപ്നമല്ലേ. ഈ സ്വപ്നത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റും കേട്ടോ. എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞത് തന്നെ ഞാനൊരു 138 സബ്സ്ക്രൈബേഴ്സുമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണിത്. അതിപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നു. വരുമാനം വരെ ഞാൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ ആയിരുന്നു. അതിനുശേഷം എനിക്കുള്ള പേയ്മെൻറ്റും വന്നു. ഓക്കെ, ഈ സമയത്ത് ഇതിനിടയ്ക്ക് കാണിക്കുന്നത് നമ്മളതെടുക്കാൻ പോയപ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പൈസ എടുത്തതും പിന്നെ നമ്മൾ പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചു. പിന്നെന്താ ഞാൻ ഉണ്ടാക്കിയത്, ഇതിന് അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്താ പറയുക, മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയും പരിപ്പും കൂടി ഇട്ടൊരു കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കയ്യിലൊരു മൊബൈലുണ്ട്, അപ്പോൾ നമുക്ക് അത്യാവശ്യം കുക്കിംഗ്, നമ്മുടെ ടാലൻറ്റ് എന്താണോ അത് നമ്മൾ വീഡിയോസാക്കി ഇടുക. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ബാക്കിയെല്ലാം യൂട്യൂബ് ചെയ്തോളും. കുക്കിംഗ് വീഡിയോസ് ആയിക്കോട്ടെ, ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ, ഒരു മ്യൂസിക് ആയിക്കോട്ടെ, ഡാൻസ് അറിയാവുന്നവർക്ക് അങ്ങനെ ഓക്കെ, എല്ലാവരും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കണം. ഞാനാണെങ്കിൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊന്നും മടിച്ചു കേട്ടോ, വീഡിയോസൊന്നും ഇടുന്നില്ല. പിന്നെ എനിക്ക് കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഞാൻ കുറേ സ്ഥലത്തൊക്കെ പോയി വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് മോറൽ സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ മക്കളും എൻ്റെ ഫാമിലിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എടുത്ത് പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഭയങ്കര മോറൽ സപ്പോർട്ടൊക്കെയാണ്. പക്ഷേ സപ്പോർട്ട് എനിക്ക് കുറഞ്ഞു പോയെന്ന് വെച്ചാൽ അവരവരുടെ തിരക്കുകളാണ്. മോൾക്ക് ഫൈനൽ ഇയറാണ്, അപ്പോൾ വരാനും വീഡിയോസ് എടുത്ത് തരാനൊക്കെ മോക്കും സമയമില്ലായിരുന്നു. പിന്നീട് ഞാനങ്ങോട്ട് മടിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ഏണിങ്സ്, നമ്മളെങ്ങനെ വീഡിയോസ് ഇടുന്നു എന്നുള്ളത് നോക്കിയിട്ട് ആ കണ്ടൻറ്റ് ഏതാണ് ആ ബേസിലാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ. ഒരിക്കൽ കൂടി ഞാനെടുത്ത കറൻസിയൊക്കെ കൂടെയാണ് കേട്ടോ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. പിന്നെ എല്ലായിടത്തും മഴയാണ്, എല്ലാവരും സൂക്ഷിക്കുക, എന്താ പറയുക, സേഫായിട്ടിരിക്കുക. മഴയും കാറ്റ് എല്ലാ വർഷവും ഓരോന്നും നമ്മൾ കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഷമീർ റിയാദിനെ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുന്നു.